എടോ എല്ലാം കെട്ടിപ്പറക്കി വെക്കുവാണോ? എടോ ഞാന് വണ്ടി വരുമ്പോ എടുത്തോണ്ട് പൊക്കോളാം. കെട്ടിപ്പറക്കി എടുത്ത് തന്ന് പറഞ്ഞു വിടണ്ട. ഇനി നീ എന്നാ ചെയ്യൂടി? ഇനി നീ കോഴിക്കറി വെക്കുമ്പം എനിക്ക് കരള് വേണം, എനിക്ക് ചങ്ക് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിഞ്ഞു പറിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. എല്ലാം ചട്ടിക്കകത്ത് തന്നെ കിടക്കും. ഇനി ഞാനാണ് ഇവിടത്തെ താരം. എനിക്കെല്ലാം തിന്നാ. അമ്മയും പപ്പായും എന്നെ കൊഞ്ചിക്കും കൂടുതല്. എന്നാ സാധനം എവിടെ നോക്കിക്കോളാം. അതുപോലെ പലഹാരം മേടിച്ചിട്ട് വലുതേതാ നിങ്ങൾ തൂക്കി നോക്കണ്ട. ബർഗറൊക്കെ ഞങ്ങളിങ്ങനെ അളന്നു നോക്കി തൂക്കി നോക്കിക്കോളൂ. എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലുതേതാന്ന് അതിന്റെ ആവശ്യമില്ല. ആ ഇഷ്ടമുള്ളടത്ത് തിന്നാ. എങ്ങനെയുണ്ട് കൊച്ചു ചേട്ടയുടെ മോഹം? ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് താരം മുടിയുള്ള ഷാരൂഖ് ഖാനില്ലേ അങ്ങേരപ്പനുണ്ടോ? ഷാരൂഖ് ഖാൻ അല്ല, ഇത് വേറെ ഏതോ ഒരു നടനില്ലേ, മറ്റേ CID മൂസൊക്കെ എത്തുണ്ട്, മറ്റേ പൊക്കോളാ പുള്ളിക്കാരന്റെ അമിതാഭല്ല. കണ്ണാടി വെച്ചിട്ടൊക്കെയല്ല അവന്റെ ചേട്ടൻ. എന്റെ ഓട്ടയുള്ള കാറ് കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് ഇട്ട് തൊളയാ. ഇത് ആ തള്ളാൻ വേണ്ടി ആരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ രാജു. പുള്ളിയുടെ സിനിമാ നടന്മാരെ പറഞ്ഞു. അതെ, എത്ര നടന്മാരിൽ കൂടി ഞാൻ കടന്നുപോയി ഇന്നത്തെ ദിവസം. ഇത് പണ്ട് പപ്പ ഇരുന്നാലേ ഇരിക്കുന്ന പിന്നെ അല്ലേ? അതാണ് പപ്പ അമ്മേനെ കെട്ടിപ്പോ ഇരുന്നാലേ. ഞാൻ പോവാ, എല്ലാം സെറ്റായി. വണ്ടി വന്നു കഴിയുമ്പോ പോവാ. വണ്ടി വിളിച്ചു. എന്തെങ്കിലും വിഷമം ഉണ്ടോ? ഇല്ല, സങ്കടവും ഇല്ല. അവർക്ക് സന്തോഷം കേട്ടോ. എല്ലാം പോയി പഠിക്കണം, പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അത് തന്നെ. ഇവിടെ നിന്നപ്പോ ഞങ്ങളെ തലോലിച്ച് ഇവിടെ നിന്നാ ശരിയാവോ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും കാണത്തില്ല. അത് ശരിയാ. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ച് ജോലി മേടിച്ചിട്ട് തിരിച്ചിങ്ങ് പോരും. അത് ശരിയാ. അങ്ങനെ നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ച് അതെ സന്തോഷമായിട്ടിരിക്കും അല്ലേ? തൊട്ടവിടെ ചെരിച്ച വെച്ചേക്കുന്നോ? ഇപ്പൊ മോഹം തൂത്തായിരുന്നു, അതുകൊണ്ടാ. ഞാൻ വേണം ഇവിടെ എല്ലാ കാര്യങ്ങളും. എടോ എന്റെ സേറക്കുട്ടിയെ നോക്കിക്കോണം, നോക്കാം. പിങ്കിക്കും നോക്കിക്കോണം. നോക്കാം, രണ്ടുപേരും നോക്കാം. നമ്മളെ ആരും നോക്കിയില്ലേലും സേറക്കുട്ടി, പിങ്കി, മുയല്, മുട്ട തിരിച്ചു വെക്കണം, കോഴിയെ നോക്കണം. മറന്നു പോലെ രാവിലെ സ്കൂളിൽ പോകുമ്പോ തിരിച്ചു വെച്ചിട്ട് പോണേ. അതൊക്കെ എനിക്കറിയാം. 25 മുട്ട ഞങ്ങൾ എണ്ണി വെച്ചേക്കുന്നത്. എണ്ണാങ്ങാനും കുറഞ്ഞാലാ. നാളെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആവും വരുമ്പോ. അവിടെ ചെന്നിട്ട് താമസങ്ങളൊന്നും ഇല്ലായോ? അതെ, അങ്ങനെയൊക്കെയാണ്. കുട്ടമ്മനാണ് നിന്ന് എന്നിട്ട് കൊച്ചിനെ പറഞ്ഞു വിട്ടേക്ക്. അത് നടക്കുവോ? അത് നടക്കില്ല. പക്ഷെ എന്നെ എന്തേലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേക്കണം കേട്ടോ. പിന്നെ ഈ ഒരു റൂമിലോട്ട് നിങ്ങള് വല്ലതും കേറണ്ട. അതിനകത്ത് ആ ക്രൂക്കറി അല്ല അതേപോലെ തന്നെ കിടന്നോട്ടെ. ഞാൻ ലീവ് വരുമ്പോ അടുക്കി പറക്കിയൊക്കെ വെച്ചോളാം. പിന്നെ മറ്റേ ആ നീല ബോക്സിന്റെ അത് സ്മാർട്ട് ഡ്രസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എന്നെ എടുക്കണമെങ്കിലേ. ചേച്ചി വിളിച്ചോ? ചേച്ചി വിളിച്ചില്ല, ചേച്ചി ഡ്യൂട്ടിയാന്ന് തോന്നേ. പറഞ്ഞോ പോവാന്ന് പറഞ്ഞു? ഇല്ല, മെസ്സേജ് അയച്ചിട്ട് നോക്കട്ടെ. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പൗഡറിനും വേണോ? നല്ല പഠിച്ചോണം. ഇനിയിപ്പം കൊച്ചിന് പ്രാക്ടിക്കല്, വൈവ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോ ലാബും കാര്യങ്ങളെല്ലാം തുടങ്ങും. കമ്പ്യൂട്ടറിന്റെ, അക്കൗണ്ടൻസിന്റെ അല്ലേ പ്രോഗ്രാം ഒക്കെ ചെയ്യണം. അക്കൗണ്ടൻസി ഒക്കെ 5 എണ്ണം കൊണ്ട് ചെയ്യണം തോന്നുന്നു. എക്കണോമിക്സും അല്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യണം 3-4 എണ്ണം കൊണ്ട്. അപ്പൊ എല്ലാം പഠിച്ചോണം. എക്കണോമിക്സ് ഇച്ചിരി പാടാണ്. എക്കണോമിക്സ് നല്ലപോലെ പഠിച്ചോണം. എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യനും ടഫ് ആയിരിക്കും ഫൈനൽ +2 വരുമ്പോ. അതും പഠിച്ചോണം. ബിസിനസ് മാർക്ക് മേടിക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്, അതും പഠിച്ചോണം. അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എളുപ്പമാ. അപ്പൊ എല്ലാം പഠിച്ചോണം. ഞാന് കൊമേഴ്സ് പഠിച്ചായോണ്ട് കൊച്ചു പഠിച്ചോണ്ടിരിക്കുന്ന സമയമൊക്കെ പോയി ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പൊ ഞാൻ പറയണൊക്കെ പരീക്ഷയ്ക്ക് വരികയും ചെയ്യും. അതിന് കൊച്ചു എന്നെ ഇപ്പം ഭയങ്കര കാര്യം. അതൊരു തവണ അബദ്ധം പറ്റിയതാ. അന്ന് തലേ ദിവസം വന്ന് പറഞ്ഞു ഇതൊക്കെ വരും കേട്ടോന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ വലിയ മൈനൊന്നും ആക്കിയില്ല. പക്ഷെ ഞാനത് പഠിച്ചു പോയി. പരീക്ഷയ്ക്ക് സാധനമൊക്കെ വന്നു. അപ്പൊ പിന്നെ അറിയാന്ന് മനസ്സിലായി.
ചുമ്മാ പറഞ്ഞതല്ലെന്ന് എന്നാന്ന് മറ്റേ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണെന്ന് അല്ലേ? ഇതാ കൊതു പറക്കുന്നു. അപ്പം പഠിച്ച് മിടിക്കായിട്ട് ഭക്ഷണം കഴിച്ചോണം. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുങ്ങിപ്പോയാൽ മതി. പപ്പ കൊണ്ടുവിടണ്ട, നടന്നു പോക്കോളൂ ഇന്നും. അപ്പൊ കൊണ്ടുവിടുന്നുണ്ട്. ചെറിയ ചെറിയ ഉഴപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവൾക്ക്. ഒരുക്കം കൂടുതലാ. ആകപ്പാടെ കണ്ണെന്ന് എഴുതും, ഫോട്ടോ ഇടും, ഇത്രേ ഉള്ളു. എന്നിട്ട് ഇങ്ങനെ ഊതണോ? അതൊന്നും ഇല്ല. പിന്നെ വീടും പരിസരമെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചോണം. ഒരാഴ്ച ഒരു ദിവസം തുടച്ചോണം. എല്ലാ റൂമും വൃത്തിയാക്കിയിട്ടോണം. വൈകിട്ട് ജനലെല്ലാം അടച്ചോണം. ജനൽ തുറന്നിട്ട് അതിലേലും പോലെ കാറ്റടിച്ച് ജനല് പൊട്ടിപ്പോവും. കുട്ടനെ അമ്മേനെ നോക്കിക്കോണം. അവരെ നീ നോക്കിയില്ലേലും ആരേലും ഈ പരിസരത്ത് നോക്കിക്കോളൂ. അപ്പൊ പോയിട്ട് പോട്ടെ. വീടല്ല, പയ്യെ പോയാ മതി. പോവാണോ? പോരെ. ചെല്ലേ. മറ്റേ ഭാഗ്യം മടി വെക്കാം. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ കുമ്പളിയിൽ വന്ന് കുമ്പളിയിൽ നിന്ന് ചപ്പാത്തി മീൻകറിയൊക്കെ കഴിച്ചു. നമ്മൾ ഉപ്പുകര വന്നപ്പോൾ നമ്മുടെ ബസ് പോയായിരുന്നു കേട്ടോ. പിന്നെ മാമൻ്റെ വണ്ടിക്ക് ഓട്ടോയ്ക്ക് കുമ്പളി വരെ വന്നു. ഇല്ല നമ്മൾ ലേറ്റ് ആവും. 6 മണിക്ക് ഒരു കുമ്പളി ബസ് ഉണ്ടായിരുന്നു. അത് നോക്കുന്നതിന് ചിലപ്പോൾ ലേറ്റ് ആവും തോന്നിയുകൊണ്ട് ഓട്ടോയ്ക്ക് തന്നെ പോന്നു. ആ വണ്ടി ഇതുവരെ വന്നില്ല ബസ്. അതാ പറഞ്ഞേ, റിസ്ക് എടുക്കുന്ന എപ്പോഴും കറക്റ്റ് ടൈമിലേ ഒന്ന് ടയർ പഞ്ചറാവോ എല്ലാം ചെയ്താൽ. മാളക്കുട്ടി വരുന്ന നോക്കിയിരുന്ന മാളക്കുട്ടി വന്ന് കൊച്ചിനെ കൂടെ കണ്ടിട്ട് ഇറങ്ങി പോരാൻ വേണ്ടി നിന്നിട്ടേ താമസിച്ചു പോയി. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുകയാണ്. ശബരിമല സമയമാണ്, ഇഷ്ടംപോലെ കാണാനുണ്ട്. ചിപ്സ് വറക്കുന്നത് നല്ല തിരക്കുവാ. അതെ, നമ്മുടെ ബാഗെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം സൂക്ഷിച്ചോണേ. ഇതായിട്ട് നമ്മൾ പോകുന്ന ബസ് ഗ്രീൻ ലൈനാണ്. അപ്പം നമ്മുടെ ബസ് മൂവായി തുടങ്ങി കേട്ടോ. ഗ്രീൻ ലൈനാണ് ബസ്. കഴിഞ്ഞ പ്രാവശ്യം പോയ ബസ്സിനെക്കാട്ടിലും അടിപൊളി ബസ്സാണ് കേട്ടോ ഈ വട്ടം. അല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ ബസ്? നല്ല ബസ്സാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോയ ബസ്സിന് ഇങ്ങനെ ബാഗ് വെക്കാനുള്ള സെറ്റപ്പ് ഇല്ലായിരുന്നു. ഇന്നിങ്ങനെ ചാരി ഇരിക്കാനുള്ള സെറ്റപ്പ് ഇല്ലായിരുന്നു. നല്ല നല്ല പില്ലോയാ. മറ്റേത് ചെറിയ പില്ലോ, നല്ല സ്ട്രോങ് പില്ലോ ഒക്കെയാണ്. ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് ഈ പ്രാവശ്യം. ബസ്സില് 2 പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കൂടുതലും പേരും മലയാളികളാണ്. രസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. മാളക്കുട്ടിയെ വിളിച്ചോ? മാളക്കുട്ടിയെ വിളിച്ചു. മാളക്കുട്ടി പഠിക്കൂ എന്ന് പറഞ്ഞു. ചേച്ചി 3 വട്ടം എന്നെ വിളിച്ചായിരുന്നു. സങ്കടം ഉണ്ടോന്ന് ചോദിച്ചു. ഒരു 30 വട്ടം ചോദിച്ചു സങ്കടം ഉണ്ടോ സങ്കടം ഉണ്ടോ. അവർക്ക് സങ്കടമായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങുക. ചെറിയ കുലുക്കമുണ്ടല്ലേ? അത് ഈ കേരള വഴി വേണ്ട, നല്ല വഴി കമ്പത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങ് വിട്ടടിച്ചൊക്കെ കാറ്റ് പോലെ വെക്കോളും. അത് വേറെ ഒരു വളവും തിരിവുള്ള ഒരു പ്രശ്നമാണ്. ഈ അമ്മയ്ക്ക് നോൺ AC ബസ് എടുക്കാൻ നല്ല. അമ്മയ്ക്ക് AC ഇഷ്ടമല്ല കേട്ടോ. അമ്മ AC യൂസ് ചെയ്തില്ല. അമ്മ അത് ക്ലോസ് ചെയ്ത് വെക്കും. അതാണ് ചാർജ് കുറവുണ്ടായിരുന്നു. ഇവരുടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞാൽ നോൺ AC പോകുന്നുണ്ട്. 8 മണിക്ക്. ഞാനിവിടെ ഇറങ്ങട്ടെ, നിങ്ങൾ പൊക്കളാവും. ഞാൻ തന്നെ രൂപ വെറുതെ 200 രൂപയും കളഞ്ഞിട്ട് AC ഓഫാക്കിയിട്ട് അല്ലേ? അത് കൊള്ളാം.
രസമാ. നമുക്ക് AC വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാ പോരെ. അതെ, ചൂടെടുക്കുവാണേല് കഴിയുമ്പം ചൂടായിരിക്കും. അങ്ങനെ വേണം നമുക്ക് ഇടാൻ. ഒരു 2 മാസത്തിനിടയ്ക്ക് 3ാമത്തെ ബാംഗ്ലൂർ യാത്രയാണ്. എന്നല്ലേ 3ാമത്തെ യാത്രയാണ്. പൊന്നു പഠിച്ചപ്പോ ഷിമോഗയില് ഞാൻ ഒരു പ്രാവശ്യം പോയി. ബാക്കി ഞാൻ ഒരു വട്ടം പോയി അമ്മയുടെ കൂടെ, പിന്നെ അമ്മ 2 വട്ടം പോയി. മൊത്തത്തിൽ 3 വട്ടം. ആ അതെ, ഞാൻ ഒരു വട്ടം പോയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാടായിരുന്നു. കൊണ്ട വിടാൻ ആദ്യത്തെ പോക്ക് പോയുള്ളൂ. പിന്നെ ശ്രീകുട്ടൻ ഇപ്പം ഇതിന് തുനിഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഇത് 3ാമത്തെ പോക്കാണ് ഞാൻ. മോളമ്മ അല്ലേ? അല്ല, ഞാൻ 3, മോളമ്മ 2. ഇനി ഞാൻ തന്നെ പോകും. നമുക്ക് ബാക്കി ഫീസും കാര്യങ്ങളെല്ലാം അടയ്ക്കുമ്പോൾ പേരൻസിന്റെ സൈനും കാര്യങ്ങളെല്ലാം വേണം കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒന്നുകൂടെ പോകേണ്ട വന്നേ. ഇല്ലേ കുഴപ്പമില്ലായിരുന്നു. ഇരിക്കട്ടെ, 2 വട്ടം വരുമ്പോഴത്തേന് ട്രാവലിംഗ് ചെയ്യുന്ന എക്സ്പീരിയൻസും ആവും, പഠിക്കാൻ പറ്റും. ഇപ്പം ബസ് തന്നെ 2 ബസ് ചേഞ്ച് ആയപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഏകദേശം ഐഡിയ. ബസ്സിന് ഇതുപോലെ ബസ് ബുക്ക് ചെയ്ത് വന്നാൽ മതി. അതില് അറിയാം, മറ്റേ ഞാനും ചേച്ചി ബുക്ക് ചെയ്തിട്ട് ഫോണിൽ ടിക്കറ്റ് കാണിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതുണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ കേട്ടോ. 2 കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. കിടന്നോ നിങ്ങള്? ഉറങ്ങാൻ വേണ്ടി ഈ ടൈമല്ലേ, ഉറങ്ങി കേട്ടോ. ഞാൻ പുറത്തോട്ട് പോവാണേ. കെട്ടിയവനും കെട്ടിയവും എപ്പോഴും അടുത്തടുത്തുള്ള സീറ്റ് നമ്മൾ എടുത്തു കൊടുക്കുള്ളൂ. എന്നാ അറിയോ? ഇല്ല പിന്നെ ബഹളവാ. അങ്ങനെ വേണമല്ലേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഞങ്ങള് എപ്പോഴാ പോകുന്നേ? 7 മണിയായി. 6 മണിയായപ്പോ നമ്മള് മടിവാള വന്നു കേട്ടോ. മടിവാള വന്ന് അവിടുന്ന് ഓട്ടോ വിളിച്ച് നമ്മളെ കോളേജിന്റെ അവിടെ വന്ന് റൂം എടുത്തു കേട്ടോ. നിയറസ്റ്റ് ആയിട്ട് ഒരു റൂം എടുത്തു. വന്നിട്ട് അമ്മ പറയായിരുന്നു പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് പോകാന്ന്. അപ്പം ഞങ്ങൾ 3 പേരും കുളി കഴിഞ്ഞു. തലശ്ശേരി ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പം കോളേജിലോട്ട് പോവാണ്. അപ്പം ഈ ഒരു ട്രോളിയും എൻ്റെ ഈ ഒരു ബാഗും ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. കോളേജിൽ പോയി എല്ലാം സെറ്റ് ആക്കിയിട്ട് അവിടെ ഒരു 1 മണിക്കൂർ താമസമുണ്ട്. അന്ന് വന്ന ഒരു ഓട്ടോ വിളിച്ച് വന്നിട്ട് എടുത്തോണ്ട് പോവാം. എന്നാ പറയാനുള്ളേ? യാത്രയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഞാനും മോളമ്മയും ഈ ബാംഗ്ലൂർ നഗരത്തിലുള്ളൂ. ശ്രീകുട്ടനെ കൊണ്ടുപോയി റൂമൊക്കെ നമ്മൾ ഇന്നാൾ വന്നപ്പോ കണ്ടായിരുന്നു. പിള്ളേർ താമസിക്കുന്ന റൂമും ഹോസ്റ്റലൊക്കെ കണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതെല്ലാം കൊണ്ടുപോയി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു ലേശം പീസിന്റെ ബാക്കിയെല്ലാം സെറ്റാക്കാനുണ്ട്. അതെല്ലാം ഒന്ന് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം ശ്രീകുട്ടൻ എന്തേലും റൂമിലേക്കോ കോളേജിലേക്കോ വേണ്ട സാധനം കൂടെ മേടിച്ച് കൊടുത്തിട്ട് പോകണമെന്നാണ് പ്ലാൻ. പോയാലോ? അമ്മയ്ക്ക് എന്നാ പറയാനുള്ള? ക്ഷീണമാണോ? ക്ഷീണമൊന്നുമില്ല. ഇപ്പം പപ്പ പറഞ്ഞ തന്നെ നിന്നെ കൊണ്ടോടെ ആക്കുക, നിനക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് പറക്കി തരിക. എന്നിട്ട് സന്തോഷമായിട്ട് മാളക്കുട്ടി വിളിച്ചു രാവിലെ. മാളക്കുട്ടിയും ചേച്ചിയും വിളിച്ചത്. ആണോ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഛർദിച്ചൊന്നുമില്ല. ഈ പ്രാവശ്യം വന്നപ്പോ ഒരു പ്രാവശ്യം വാള് വെച്ചു കൊടുക്കാം. ഛർദിച്ചു കേട്ടോ ഒരു കേട്ടോ. ചെറിയ ക്ഷീണമുണ്ട്. കുഴപ്പമില്ല, ഓക്കെ അല്ലേ? കുഞ്ഞു പറഞ്ഞായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് ഓഫീസിൽ ചെന്നിട്ട് നമ്മളൊന്ന് വിളിക്കാൻ പറഞ്ഞു. അവളൊന്ന് ലീവാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നേരിട്ട് അവരുമായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. നമുക്ക് ഭാഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് ശരിയാ. 3-4 ഭാഷ അറിയാവുന്നതുകൊണ്ട് ഏത് ഭാഷ സംസാരിക്കണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അവര് പിന്നെ കന്നഡ അറിയാം കേട്ടോ. അവർക്ക് കന്നഡയൊക്കെ നല്ല വശമൊക്കെ. അടുത്തോ ക്യാമ്പസിന്റെ ഏകദേശം നല്ല ദൂരം നടക്കാനുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. മെഡിക്കൽ കോളേജ് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അതെ അതെ, ഒരുപാട് വകുപ്പില്ലേ, കോളേജും ഹോസ്റ്റലും. നല്ല ഭംഗിയാ കാണാൻ. അടിപൊളി അല്ലേ? എങ്ങോട്ട് വേണമെങ്കിലും മാറി വരുന്നേ വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പുതിയ ബിൽഡിങ്ങിന് പണി നടക്കുന്നുണ്ട്, അതാ സൗണ്ട്. വാ, സമയം പോയി. അപ്പം ഞങ്ങൾ കോളേജിൽ വന്നു. അഡ്മിഷൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതേ നടന്നു പോകുന്നുണ്ട്. കൂട്ടുകാരെ ഒരാളെ കിട്ടിയിട്ടുള്ളൂ. മലയാളീസായിട്ട് ബാക്കി 2-3 പേരൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ട് ബാഗും കാര്യങ്ങളെല്ലാം വെച്ചു. ഇനിയിപ്പം വിശന്നിട്ട് തീ കത്തുന്നു. 2 മണിയായി. ഞങ്ങൾ തലശ്ശേരി പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? റൂമും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. പുതിയ ശ്രീകുട്ടൻ്റെ ഒക്കെ വാച്ചിൽ തന്നെ വരുന്ന ഒരു കൊച്ചിനെ കണ്ടു, കണ്ണൂരുകാരി.
അതെ നമ്മുടെ വീഡിയോ കാണുന്നത് കേട്ടോ. അതെ. ഈ പേര് എന്നോട് പറയാൻ ഞാൻ മറന്നുപോയി. ഭൂമിക. ഭൂമിക. നമ്മൾ ഓർത്തിരിക്കാൻ പറ്റുന്ന പേരാ. കണ്ടിട്ട് മാളക്കുട്ടി ഇന്ത്യന്നൊക്കെ ചോദിച്ചു. അതെ. നമ്മൾ ഇവിടെ വന്നപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവർ പൊന്നു ചേച്ചി മാളു ചേച്ചി അല്ല ഇന്ത്യന്നാ ചോദിക്കുന്നത് ആദ്യം. അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സബ്സ്ക്രൈബറിന്റെ കൂടെ പഠിക്കാൻ പറ്റിയോ. പിന്നെ ഇപ്പൊ റൂമും കാര്യങ്ങളെല്ലാം കണ്ടു. അന്ന് ഞങ്ങൾ കണ്ടതിൽ ഇച്ചും കൂടെ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. GNM പുതിയ റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഒരു റൂമിൽ 4 പേരാണ്. 4 പേർക്ക് മറ്റേ എഴുതാനുള്ള ടേബിള്, ബെഡല്ല മറ്റേ ബർത്തായിട്ട് കട്ടിലുണ്ട്. ഈ ബെഡും കാര്യങ്ങളെല്ലാം നമ്മൾ മേടിക്കണം. അത് ഇവിടെ തന്നെ ഹോസ്റ്റലിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ചേട്ടന്മാരുണ്ട്. അവരുടെ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വിളിച്ച് ചോദിച്ച് സെറ്റാക്കണം. നമുക്ക് ലാഭം കിട്ടുന്ന നോക്കി മേടിക്കണം അല്ലേ. പിന്നെ അലമാരയുണ്ട്. ഡ്രസ്സും സ്റ്റഡി മറ്റേ എക്യുപ്മെൻസും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി അലമാരയുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കണം ബസ്സിന്. ഭക്ഷണം, പിന്നീട് ടിക്കറ്റ്, പിന്നീടാകാൻ യാത്ര. അതെ അതെ അതെ. അയ്യോ എല്ലാവർക്കും വിശക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ. നമ്മുടെ ഒരു പൊതിച്ചോറ് ഇരിപ്പുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന വളിച്ചോന്ന് അറിയത്തില്ല. നല്ല വാഴയിലേക്ക് അത് കിട്ടിയത് കേട്ടോ. അത് നല്ല നൈസ് ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ കഴിക്കും. എന്താ വെച്ചാൽ എനിക്കിനി നിങ്ങൾക്ക് ഇനി നാളെ പോട്ടെങ്കിലും കെട്ടി വെച്ചിട്ട് കഴിക്കാം. എനിക്കത് നടക്കുകയല്ലോ. പിന്നെ എല്ലാവർക്കും തമിഴ് കൂടുതലായിട്ട് അറിയാം കേട്ടോ. നമ്മൾ കുറേ നാൾ മധുരക്കൊക്കെ പോയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തമിഴൊക്കെ അറിയാം. അത് നമ്മൾ പിടിച്ചു നിൽക്കും അവിടെ പോയാൽ. പിന്നെ മലയാളി പിള്ളേർ ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കണം, പഠിക്കണം, അത്രയൊക്കെ പറയാം. പിന്നെ നമ്മൾ കോളേജിന്റെ പേരും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുമ്പോൾ പറയാം കേട്ടോ. ആദ്യം ഒന്ന് സെറ്റ് ആട്ടോ, എന്നിട്ട് പറയാം. പിന്നെ പൊടിയാന്നാണ് പറയുന്നത്. ഭയങ്കര പൊടി പറക്കുന്നുണ്ട്. അതിനറിയ വണ്ടി ലിമിറ്റില് പറന്നല്ലേ പോന്നെ. 1 മിനിറ്റ് 14. തമിഴ്നാട് പോലെ തന്നെ ഇതെല്ലാം ശ്വസിക്കണം. പക്ഷെ വാട്ടർ ബോട്ടിലൊക്കെ ഒരാള് വെള്ളമൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാം പഠിച്ച്. മലയാളി പിള്ളേര് ബൈക്കൊക്കെ ആയിട്ടാ വരുന്നത് കേട്ടോ. ഒരുപാട് ചേട്ടന്മാര് ബൈക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വാ എന്നാ ജ്യൂസ് ഫയലിങ് എന്നേക്ക്. വലിയോട് ഇപ്പോൾ ഉള്ളത് ഞാൻ പിടിക്കാം. ആൾക്കാർ വന്നു. കന്നഡ ചേട്ടന്മാരൊക്കെ നോക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴേ. ഇവിടെ കണ്ടോ വഴി സൈഡിലാണ് വണ്ടിയൊക്കെ നന്നാക്കുന്നത് കേട്ടോ. അല്ല സിമ്പിൾ പരിപാടി ഇവിടെ ഉണ്ടോ. നമ്മളെ കോളേജിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇത്ര കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ റൂം എടുത്തോട്ട് അങ്ങോട്ട് നമ്മുടെ റൂമിൽ വന്നു കേട്ടോ. കയറിയില്ല, തുറന്ന് കയറണം. ഇത് മെയിൻ റോഡ് കേട്ടോ. മൈസൂർ റോഡാണ് ഈ കാണുന്നത്. ക്ലാസ്സിലെല്ലാം പൊടിയാ. 2 പേര് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. എനിക്കൊരു ബെഡും പില്ലോ ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു വർഷം തന്നെ ഹോസ്റ്റൽ എടുത്തിട്ടുള്ളൂ. അപ്പം ബെഡ് എങ്ങനെയുള്ളതാണെന്നൊന്നും അറിയത്തില്ല. 10,500 രൂപ ആയി. വേറൊരു സ്റ്റുഡൻറ്റ് കൊണ്ടിട്ടിട്ട് പോയ കേട്ടോ. അപ്പം ഇച്ചിരി കട്ടി കുറവാ. അപ്പം ഇപ്പം ഈ ഒരു റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ വരുന്നേ ഉള്ളൂ. ഞാനാണ് ഫസ്റ്റ് വന്നത്. പിന്നെ അപ്പർ റൂമിൽ BC-ക്കാർ 3-4 പേരുണ്ട്. പിന്നെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പോയി. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് അവൻ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ടാണ്. അവൻ്റെയാണ് ബെഡ്, കോഴിക്കോടുകാരൻ്റെ. അപ്പം 19-ാം തീയതി ജോയിനിങ് പറഞ്ഞാലും ക്ലാസ് തുടങ്ങുമ്പോൾ 2 ദിവസം കൂടെ എടുക്കും. വേണേൽ എനിക്ക് ഇവരുടെ കൂടെ പോകായിരുന്നു. ഞാൻ ഇനി പോകുന്നില്ല, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോക്കുവരോ ചടങ്ങാണ്. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് തുടങ്ങുന്ന മാറ്റി കുറച്ച് ദിവസം കൂടെ വെക്കുവാണെങ്കിൽ ഒരു ഡിസംബർ പകുതിയൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ അതൊക്കെ മെല്ലെ വന്നേക്കാം. ബേക്കറി എല്ലാം മാക്സിമം തിന്നാവുന്ന അത്ര തിന്നിട്ടേ തീർത്തിട്ട് വന്നേക്കാം. എല്ലാവർക്കും വീട്ടിൽ നിന്ന് വരാൻ വേണ്ടി മടിയാട്ടോ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ
അതല്ലേ, അങ്ങനെ നോക്കിയിട്ടാണ് പിള്ളേര് മാക്സിമം നോക്കുന്നത്. അപ്പം പോയാലോ? നിങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്യും. 8:15 രാവിലെ 8:30 കുമ്പളിച്ചിലും. അപ്പൊ ഇവരെ ഇവിടുന്ന് മെട്രോയ്ക്ക് വിടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ സമയം കുറെ ആയതുകൊണ്ട് മെട്രോയ്ക്ക് വിടുന്നില്ല, ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് തന്നെ വിടാം, മാക്സിമം പെട്ടെന്ന് തന്നെ പോകുന്ന രീതിയിലേ. ആ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടും കൂടെ പോകും. എനിക്കൊരു വിഷമമായിരുന്നു ഇട്ടിട്ട് പോകാനായിട്ട്. പക്ഷെ അപ്പത്തെ 2 പിള്ളേർ നമ്മുടെ ചങ്ങനാശ്ശേരിക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. പരിചയപ്പെട്ടു, മനസ്സിന്റെ സന്തോഷമൊക്കെ ആയി. ആ, പോകുന്നതിന് ഇപ്പൊ ഉമ്മ വല്ലതും തരുന്നുണ്ടോ? നിനക്ക് സങ്കടമൊക്കെ എനിക്കൊരു സങ്കടമില്ല. മുഖം കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എനിക്ക് തന്നെ ആ ക്ഷീണമുണ്ട്, യാത്ര ക്ഷീണമുണ്ട്, ഉറക്കം ശരിയായില്ല ഇന്നലെ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഉമ്മയൊക്കെ തന്നോ? ഉമ്മയൊക്കെ ഇപ്പം തന്നില്ലേലും എപ്പോഴും ഉമ്മയൊക്കെ കൊണ്ടുവരാ. ആണോ? ആ, അതൊക്കെ വീഡിയോ കോൾ വിളിക്കുമ്പോ എപ്പോഴും തന്നോണ്ടേയിരിക്കും. പിന്നെ എല്ലാവർക്കും ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 3 വർഷമായി, അത് പറഞ്ഞ് ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ. എല്ലാവരും മറ്റേ പ്ലസ് ടുക്കാരെ കാണുന്ന ആ ഒരു രീതി തന്നെയാണ് എന്നെയും കാണുന്നത്. വലിപ്പം അത്ര തന്നെ ഉള്ളൂ, ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. കൊച്ചിനോട് പറഞ്ഞേക്ക്. ചേച്ചി വിളിച്ചായിരുന്നു കേട്ടോ. ചേച്ചി വിളിച്ചോണ്ടിരുന്നു. ചേച്ചി വിളിച്ചപ്പം പിന്നെ അവരോട് വർത്തമാനം പറയാൻ വേണ്ടി കട്ടാക്കി. ഞാൻ വിളിച്ചോളാം, നിങ്ങള് കേറിയിട്ട് ഒന്ന് വിളിച്ചേക്കാം, എന്തായാലും നമുക്കറിയത്തില്ലല്ലോ. പിന്നെ അത്യാവശ്യം ചെലവ് പൈസയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അക്കൗണ്ട് ഇട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇട്ട് തരണം. എന്താ വെച്ചാൽ ആദ്യത്തെ 1 മാസം നമ്മൾ പിടിച്ച് നിൽക്കണമെങ്കിൽ പുറത്തുനിന്നും കൂടെ എന്തെങ്കിലും കഴിക്കണം. ഒരു നേരമെങ്കിലും പുറത്തുനിന്ന് കഴിക്കണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ലാഭിക്കാൻ നോക്കണം. കാരണം നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കളയുന്നതിന് നല്ലതാണ് തണ്ണിമത്തനോ ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ച് കഴിക്കണം, ജ്യൂസൊക്കെ കഴിക്കുന്നത്. തന്നല്ല ഇവിടുത്തെ ഫുഡ് നമുക്ക് പെട്ടെന്ന് ഇണങ്ങാതെ വരും. മലയാളി ഫുഡ് കാണുമായിരിക്കും, എന്നാലും നമുക്ക് പെട്ടെന്ന് ഇതാകല. പുറത്തുനിന്ന് കഴിക്കുക. മലയാളി ഹോട്ടൽ നമ്മുടെ വാതക തന്നെ ഉണ്ട്, കൂടുതൽ വാതക തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണു. ഏതായാലും പിള്ളേർ 2 പേരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഹാപ്പി ആയി. ഇത്ര നല്ല ഷോയാണ്. ഞാൻ ഇവരുടെ കൂടെ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ ആരും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴുള്ള നമുക്കൊരു ഷോകാം. എന്നുവെച്ചാൽ നാളെ നാളത്തെ പിള്ളേർ വരും. ആ ജോയിനിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പിന്നെ ആദ്യമേ ഇങ്ങനെ പോകുന്നു. നമ്മളോട് ഇന്ന ദിവസം ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അത് തെറ്റിക്കുന്നത് ശരിയല്ലോ. അല്ലേ? ബാക്കിയുള്ളവരോട് എന്നാ പറഞ്ഞേക്കുന്നത് 2-3 ദിവസം കൊണ്ട് ഇതെല്ലാം ഫില്ലായി പോകും. പിന്നെ GNM പൊതുവെ മലയാളി ബോയ്സ് കുറവാണ്. ഒരു 5-6 പേരൊക്കെ കാണുമായിരിക്കും. മിക്കവാറും ഈ റൂമിൽ കൊള്ളാനുള്ളതൊക്കെ കാണുള്ളൂ. റൂമൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പെട്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ കബോർഡ് വരുന്നുണ്ട് കേട്ടോ. ഡബിൾ ഡോർ വരുന്നൊരു കബോർഡ് വരുന്നുണ്ട്. പിന്നെ മറ്റേ ബർത്ത് ടൈപ്പ് കട്ടിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ വരുന്നുണ്ട്, ഒരു ചെയർ വരുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. 2 ചെയറുണ്ട്, ടേബിളിന് 2. പിന്നെ 2ാമത്തെ ഫ്ലോറാണ്, 6 ഫ്ലോർ ഉണ്ട്. അതെ, ഒരുപാട് കുട്ടികൾ ഇവിടെ ഇതിനകത്തുണ്ട്. എല്ലാ എഞ്ചിനീയറിംഗ് ഏകദേശം 400ഓളം റൂമുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരുണ്ട്. പിന്നെ എല്ലാ BSc ഉണ്ട്. പിന്നെ ഡോക്ടറാൻ പഠിക്കുന്നവരുണ്ട്. പല ഡിപ്പാർട്ട്മെന്റ്, മറ്റേ ഈ സ്കാനിങ്, MRI, മറ്റേ ടെക്നീഷ്യന്മാര്, അങ്ങനെ അനസ്തേഷ്യൻ. നമ്മള് ബക്കറ്റും കപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. ബാത്റൂമും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു ആഗ്രഹം കാണുമല്ലോ. എന്താ കുഴപ്പമില്ല, നല്ല ബാത്റൂം ഉണ്ട്, ക്ലീൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ബോയ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ആവും? അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇത്തിരി കൊതുകൊക്കെ ഉണ്ട് കേട്ടോ പുറക്കുന്ന്. ഞാൻ മറ്റേ അവനോട് പറയാം. നമ്മുടേതായ സാധനങ്ങളും നമ്മൾ സൂക്ഷിക്കുക. ഇപ്പൊ 3 അലമാരയുണ്ട്. ആ 3 അലമാരിക്കകത്ത് നമ്മള് അതിന് ലോക്കും മേടിച്ച് അതിനകത്ത് നമ്മുടെ സാധനങ്ങൾ, കാരണം തൂത്ത് വരാനും ഒക്കെ പല ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പം 2 അവനെ കൊടുത്ത പൊരുമ്പ് ഇരിക്കരുത്. രണ്ടുപേരും ബസ്സിൽ വഴക്കിടാതെ പൊക്കാണ് കേട്ടോ. ഒരു ബസ്സിൽ അടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വരണ്ടല്ലോ, കൊണ്ടുപോയി നിങ്ങൾ കയറി പോവല്ലേ? അങ്ങനെ പഠിക്ക്. ഞാൻ വരും. ഇനിയിപ്പോ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ വരും.